നമസ്കാരം. പണ്ഡിറ്റ് 360 പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. പ്രൊഫസറാണ് മാത്യു. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പ്രധാനപ്പെട്ട ഒരു കമ്പനിയെ നമ്മൾ പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ അതിൻ്റെ ഒരു പൊട്ടൻഷ്യലും അതൊക്കെ നമ്മൾ പരിചയപ്പെടുത്തുന്നതാണ്. അപ്പം ഇതിനു മുമ്പ് ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ത്യയിലെ പവർ സെക്ടറിൻ്റെ ഒരു സാധ്യതകളെക്കുറിച്ച്. അപ്പോൾ അതിനകത്ത് തന്നെ നമ്മൾ പവർ സെക്ടറിൻ്റെ ബിസിനസ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ ജനറേഷൻ ബിസിനസ് ഉണ്ട്, ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, പവർ ആൻസിലറി ബിസിനസ് ഉണ്ട്, പ്ലാറ്റ്ഫോം സർവീസസ് IEX പോലെയുള്ള പ്ലാറ്റ്ഫോം സർവീസസ് ഉണ്ട്, സെപ്പറേറ്റ് ട്രാക്ഷൻ സർവീസസ് സെപ്പറേറ്റ് ഉണ്ട്. ഇതുപോലെ ഒരു സബ് സെക്ടേഴ്സ് വളരെയധികം ഉള്ള ഒരു സെക്ടറാണ് സത്യത്തിൽ പവർ സെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് സത്യത്തിൽ നമ്മൾ പവറുമായിട്ട് തന്നെ ലിങ്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനിയാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ കമ്പനി പവർ ആൻസിലറി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതേപോലെ തന്നെ ഇലക്ട്രിക് ട്രാക്ഷന് വേണ്ടിയിട്ട് ഇലക്ട്രിക് ലോക്കോമോട്ടീവ്സും അതേപോലെ തന്നെ ഒരു പരിധി വരെ ഇലക്ട്രിക് ഓട്ടോമൊബൈൽസിനും ഒക്കെ വേണ്ടിയിട്ടുള്ള ആക്സിലറീസും സപ്പോർട്ടിംഗ് സർവീസും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണിത്. ഈ കമ്പനി ABB ആണ്. വളരെയധികം എല്ലാവർക്കും പരിചയമുള്ളതും വളരെയധികം പേരുടെ കാലങ്ങളായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിലുള്ള വളരെയധികം പേരുടെ പണം വളരെയധികം വലുതാക്കിയിട്ടും ഒക്കെ ഉള്ള ഒരു കമ്പനിയാണിത്. 12 വർഷവും 15 വർഷമായിട്ടൊക്കെ ABB വാങ്ങിച്ചതിൽ നിന്നും ഹോൾഡ് ചെയ്യുന്ന വളരെയധികം പേരെ എനിക്കറിയാം. അപ്പോൾ ഈ ഒരു കമ്പനിയെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പം ഇതിന് മുമ്പത്തെ ആ ഒരു വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ആ ഒരു വീഡിയോയുടെ ലിങ്ക്, പവർ സെക്ടറിൻ്റെ സാധ്യതകളെ കുറിച്ചുള്ള ഒരു ലിങ്ക്, ഇന്ത്യയിലെ പവർ സെക്ടറിൻ്റെ സാധ്യതകളെ കുറിച്ചുള്ള ഒരു ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വളരെ ചെറുതായിട്ട് പറയാം ഇന്ത്യയിലെ പവർ സെക്ടർ എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രയധികം ഉന്നം വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ടുള്ള ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പോളിസിയിലുള്ള ഒരു ചേഞ്ചാണ്. 100% FDI ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് പവർ സെക്ടറിൻ്റെ അകത്ത് അനുവദിച്ചു. അതേപോലെ തന്നെ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് വേറെ പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പുമായിട്ട് വരുന്നു. റിന്യൂവബിൾ എനർജിയിലുള്ള വലിയൊരു കുതിച്ചുചാട്ടം. പിന്നെ ജനറേഷന് വേണ്ടിയിട്ട് കൂടുതൽ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നു. പിന്നെ റൂറൽ ഇലക്ട്രിഫിക്കേഷന് വേണ്ടിയിട്ട് ഗവൺമെൻറ് തന്നെ മുൻകൈ എടുത്തിട്ട് പല ഏജൻസികൾ വഴിയും അതുപോലെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കമ്പനികളായിട്ടുള്ള REC VFC ഒക്കെ വഴി കണ്ടമാനം ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ വളരെ ഒരു സാധ്യത, പവർ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നതിൻ്റെ അകത്ത് വലിയൊരു സാധ്യത തുറന്നു തരുന്നതാണ്. അപ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് നമ്മൾ ഈ ഒരു കമ്പനിയെ നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഇതുകൂടാതെ ABB എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഒരു കമ്പനിയുടെ സാധ്യതകൾ എന്ന് പറയുന്നത് വെറും പവർ ഡിസ്ട്രിബ്യൂഷൻ, ജനറേഷൻ, ട്രാൻസ്മിഷനിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. ഇലക്ട്രിക് വെഹിക്കിളും അതേപോലെ തന്നെ ഇലക്ട്രിക് ലോക്കോമോട്ടീവ്സും, ആധുനിക രീതിയിലുള്ള നൂതനമായിട്ടുള്ള പുതിയ ട്രെയിനുകൾ, മെട്രോ ട്രെയിനുകൾ, ഇവയിലൊക്കെ ABBയുടെ ഒരു കോമ്പണൻ്റെങ്കിലും നമ്മൾ കാണാതിരിക്കാൻ വഴിയില്ല. അത് എവിടെ മാനുഫാക്ചർ ചെയ്തിട്ടുള്ള കോച്ചാണെങ്കിലും, ഇന്ത്യയിലാണെങ്കിലും തദ്ദേശീയമായിട്ടുള്ളതാണെങ്കിലും അല്ലെങ്കിൽ ജപ്പാനിൽ നിന്നോ ജർമ്മനിയിൽ നിന്നോ ഇമ്പോർട്ട് ചെയ്യുന്ന കോച്ചുകളാണെങ്കിലും അവസ്ഥയൊക്കെ ഒന്ന് തന്നെ. ABBയുടെ ഒരു കോമ്പണൻ്റ് എവിടെയെങ്കിലും ഉണ്ടാവും. നമ്മൾ ബോഷിനെ കുറിച്ച് പറയുന്ന പോലെയാണ്. ബോഷിൻ്റെ ഒരു പേറ്റൻ്റെങ്കിലും ഇല്ലാതെ ഈ ലോകത്ത് ഒരു വണ്ടി പോലും പുറത്തിറങ്ങില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു കമ്പനിയിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു കമ്പനിയുടെ പ്രധാനപ്പെട്ട മേഖലകളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേണമെങ്കിൽ പറയാൻ പറ്റും ഡാറ്റാ സെൻറ്ററിൻ്റെ പവർ ആൻസിലറി ബാക്കപ്പ്, അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റെയിൽവേ ആൻഡ് മെട്രോ, അടുത്ത കാലങ്ങളായിട്ട് ഏവിയോണിക്സ്, ഡിഫൻസിലൊക്കെയുള്ള ഏവിയേഷൻ ഇലക്ട്രോണിക്സ്, പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകളെ ഗ്രിഡ് കണക്ട് ചെയ്യാനുള്ള സാങ്കേതിക വിദ്യകൾ, ഇലക്ട്രിക് ഓട്ടോമോട്ടീവ്സ്, പിന്നെ നമ്മുടെ വെയർഹൗസ് ആൻഡ് ലോജിസ്റ്റിക്സ് സൊല്യൂഷൻസ് ഉണ്ട്. ഇത് നമ്മൾ ചേർത്ത് വായിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പ്രഖ്യാപിച്ച നാഷണൽ ലോജിസ്റ്റിക്സ് പോളിസിയുമായിട്ടും സ്മാർട്ട് വെയർഹൗസുകളുമായിട്ട് നമ്മൾ ചേർത്ത് വെക്കണം. അതിൻ്റെ സാധ്യതകൾ കൂടി ഈ ഒരു കമ്പനി ഭാവിയിൽ ഉപയോഗപ്പെടുത്തിയേക്കാം. ഓട്ടോമേഷൻ, ബിൽഡിംഗ് ഓട്ടോമേഷൻ, ഹോം ഓട്ടോമേഷൻ, ലോജിസ്റ്റിക്സ് ഓട്ടോമേഷൻ, അപ്പോൾ ഇതൊക്കെ വേണ്ടിയിട്ടുള്ള ഡെഡിക്കേറ്റഡ് സർവീസസ് ഒക്കെ പല മാനുഫാക്ചറിങ് ബിസിനസ്സിന് വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഓട്ടോമേഷൻ എന്ന് പറയുമ്പോൾ അത് എല്ലാ തരത്തിലുള്ള മാനുഫാക്ചറിങ്ങിലും, റബ്ബർ ആകട്ടെ, പ്ലാസ്റ്റിക് ആകട്ടെ, അല്ലെങ്കിൽ ഓയിൽ ആൻഡ് ഗ്യാസ് എക്സ്പ്ലോറേഷൻ ആകട്ടെ, കെമിക്കൽ ബിസിനസ് ആകട്ടെ, എല്ലാത്തിൻ്റെ അകത്തും ABBയുടെ പ്രോഡക്ട്സുകൾ കൈവച്ചിരിക്കുന്നു. നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ നമ്പേഴ്സിലേക്ക് പോകാം. മാർക്കറ്റ് ക്യാപ്പ് ഏകദേശം 1.25 ലക്ഷം കോടി രൂപയുടെയാണ്. ഇപ്പം ട്രേഡ് ചെയ്യുന്നത് ഏകദേശം 8300 രൂപയോളം ഉണ്ട്. ROE ROC വാല്യൂസ് ഒക്കെ വളരെ നല്ല നിലയിൽ നിൽക്കുന്നു. 30%, 22% യഥാക്രമം. നമ്മുടെ P&L സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ നോക്കുക കാണാൻ കഴിയും. കഴിഞ്ഞ 10 വർഷത്തോളമായിട്ട് സെയിൽസ് ക്രമാനുഗതമായിട്ട് ഉയരുന്നുണ്ട്. വളരെ ആരോഗ്യകരമായിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ മെയിൻറ്റെയിൻ ചെയ്യുന്നു. വളരെ സ്റ്റഡി ആയിട്ടുള്ളൊരു ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ ആണ് ഇതിനെ ആകർഷണീയമാക്കുന്ന മറ്റൊരു കാര്യം. ഷെയർ ഹോൾഡിംഗ് പാറ്റേണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൻ്റെ ഏകദേശം അപ്പർ ലിമിറ്റിൽ തന്നെ പാരൻറ്റ് കമ്പനി ഹോൾഡ് ചെയ്യുന്നു. ഏഷ്യ ബ്രൗൺ ബ്രവറി. FIs കഴിഞ്ഞൊരു 3 വർഷമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ക്രമാനുഗതമായിട്ട് ഇതിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടിക്കൂടി കൊണ്ടുവന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. 2021 3% നിന്നും ഇപ്പോൾ 12% എത്തി നിൽക്കുന്നു. DISും നിക്ഷേപങ്ങളുണ്ട്. പബ്ലിക്കിൻ്റെ അടുത്ത് ആകെ ഏകദേശം ഇപ്പോൾ 7% അടുത്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. അപ്പോൾ ഈ കമ്പനിയുടെ ബിസിനസ് മോഡലോ അല്ലെങ്കിൽ പ്രോസ്പെക്റ്റീവ്സോ ഒക്കെ നോക്കുകയാണെങ്കിൽ വളരെ നല്ലത് തന്നെയാണ് ABB. എല്ലാവർക്കും വളരെയധികം പ്രചാരമായിട്ടുള്ള ഒരു കമ്പനി തന്നെയാണിത്.
ഇന്ത്യയിലെ ഏകദേശം ഓൾമോസ്റ്റ് എല്ലാ പവർ ജനറേഷൻ ഡിസ്ട്രിബ്യൂഷൻ TNT കമ്പനികളും ഈ ഒരു ABBയുടെ ഏതെങ്കിലും ഒരു സർവീസോ പ്രോഡക്റ്റോ ഉപയോഗിക്കുന്നു, KSEB ഉൾപ്പെടെ. സാമാന്യത്തിലധികം വലിയൊരു ഓർഡർ ബുക്കാണ് ഉള്ളത് ABBക്ക്. അപ്പോൾ ഇതുകൊണ്ടൊക്കെ തന്നെ ABB വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെസ്സേജാണ് ഒരു ദീർഘകാല നിക്ഷേപകന് നൽകുന്നത്. അപ്പോൾ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇതിപ്പോൾ ഇപ്പോൾ എൻ്റർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഇപ്പോൾ എൻ്റർ ചെയ്യുന്നതിൻ്റെ അകത്ത് കാര്യമായിട്ട് വലിയൊരു കുഴപ്പങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഏകദേശം 8300 രൂപ ഉള്ളത് കൊണ്ട് ഒരു 7700 രൂപ എന്നൊക്കെ പറയുന്ന സ്റ്റോപ്പ് ലോസ് ഒക്കെ വെച്ചിട്ട് വേണമെങ്കിൽ ഒരു ഹ്രസ്വകാല നിക്ഷേപകർക്ക് എൻ്റർ ചെയ്യാം. ദീർഘകാല നിക്ഷേപകനെ സംബന്ധിച്ച് ഇപ്പോൾ എൻ്റർ ചെയ്യുന്നതിൻ്റെ അകത്ത് യാതൊരു പ്രശ്നങ്ങളും ഇല്ല. ഒരു ആൻറ്റിസിപ്പേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഒരു 2 വർഷത്തിനുള്ളിൽ ഈ ഒരു വില നിലവാരത്തിൽ നിന്നും ഒരു 60% ഒരു ഉയർച്ച നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും, പ്രത്യേകിച്ച് പുതിയ ഗവൺമെൻറ്റിൻ്റെ പല പോളിസീസുമായിട്ട് നമ്മൾ വെച്ച് നോക്കുമ്പോൾ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വേറെ ഭീഷണിയൊന്നും ഇല്ലയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം കോമ്പറ്റീറ്റേഴ്സ് ഒക്കെ ഉള്ളൊരു സെക്ടർ തന്നെയാണ്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ സീമെൻസ് ഒരു വലിയൊരു കോമ്പറ്റീറ്ററാണ്. ബോഷ് അവരുടെ പോർട്ട്ഫോളിയോ ഇതിൻ്റെ അകത്ത് വളരെ വലുതൊന്നും അല്ലെങ്കിൽ കൂടിയും ABBയുടെ TNT ബിസിനസ്സിൻ്റെ അകത്തുള്ള പല കോമ്പണൻസും ABBയെക്കാളും നല്ല രീതിയിൽ ടെക്നോളജിക്കൽ കോമ്പറ്റൻസി കൂടിയ രീതിയിൽ ബോഷിന് പ്രൊവൈഡ് ചെയ്യാൻ കഴിയുമെന്നുള്ളൊരു സത്യം അവിടെ നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ചില അൾട്രാ മെഗാ പവർ പ്രോജക്ട്സിനൊക്കെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ABBയുടെ പല പ്രോഡക്ട്സും പല സർവീസസും ബോഷിൻ്റെ പ്രോഡക്ട്സുമായിട്ടാണ് റീപ്ലേസ്ഡ് ആയിട്ടുള്ളത്. ഇതുകൂടാതെ ചില കുഞ്ഞൻ കമ്പനികളൊക്കെ അൺഓർഗനൈസ്ഡ് സെക്ടറിലും ലിസ്റ്റഡ് കമ്പനികളുടെ സെക്ടറിൻ്റെ അകത്തും ഇപ്പോൾ ജീനസ് ബാറൊക്കെ പോലെയുള്ളതിൻ്റെ അകത്തൊക്കെ ഉണ്ട് എന്നുള്ളൊരു സത്യം അവിടെ നിലനിൽക്കുന്നു. അദാനി പോലെയുള്ളവരാണെങ്കിൽ വൈറ്റ് ലേബിൾ ചെയ്തിട്ടുള്ള പല പ്രോഡക്ട്സും യൂസ് ചെയ്തിട്ട് അവരുടെ സ്വന്തം ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് മുഴുവനായിട്ടൊരു മോണോപ്പൊളി ആണെന്നുള്ളതൊന്നും ആദ്യം വിചാരിച്ചതിനകത്ത് എൻ്റർ ചെയ്യേണ്ട. പക്ഷേ എങ്കിൽ പോലും വലിയൊരു ഓർഡർ ബുക്കും അതേപോലെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഏഷ്യ പസഫിക്കിലുള്ള ABBയുടെ സർവീസ് സെയിൽസ് നെറ്റ്വർക്ക്, ഇന്ത്യയിലുള്ള അവരുടെ വലിയ വലിയ മാനുഫാക്ചറിങ് പ്ലാന്റ്സ്, ഇതൊക്കെ ABBക്ക് ഒരു മുൻതൂക്കം നൽകുന്ന ഘടകങ്ങളായിട്ട് അവിടെ നിലനിൽക്കുന്നു. പിന്നെ ABBയുടെ R&D സ്കീമിനെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ R&D ഫെസിലിറ്റി എന്തുകൊണ്ടും സീമെൻസിനേക്കാളും വളരെ നല്ലതാണ്. ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ ആണെങ്കിൽ സീമെൻസ് ABBക്ക് ഒരു വലിയ വെല്ലുവിളി ആണെങ്കിൽ കൂടിയും ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ റോബോട്ടിക്സിലേക്ക് കൂടുതലായിട്ട് മാറിയതിൽ പിന്നെ സീമെൻസിനേക്കാളും എന്തുകൊണ്ടും ഒരു പണത്തൂക്കം മുൻപിൽ നിൽക്കുന്നത് ABB തന്നെയാണ്. അപ്പോൾ ഇതുകൊണ്ട് ഇതിൻ്റെ അകത്ത് എൻ്റർ ചെയ്തിട്ട് നമ്മൾ മോസ്റ്റിപ്പൊക്കെ പോലെ പെട്ടെന്നൊരു 30% 40% കൊണ്ട് വീട്ടിൽ പോകാമെന്ന് വിചാരിക്കുന്നവരൊന്നും ഇതിൻ്റെ അകത്ത് എൻ്റർ ചെയ്തിട്ട് ഒരാഴ്ചയൊന്നും കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ഒരു ദീർഘകാല നിക്ഷേപത്തെ സംബന്ധിച്ച് എന്തുകൊണ്ടും ഇതിൻ്റെ ഒരു റിസ്ക് റിവാർഡ് റേഷ്യോയിൽ നമ്മൾ നോക്കുമ്പോൾ എന്തുകൊണ്ടും ഇതൊരു നല്ലൊരു സ്റ്റോക്ക് തന്നെയാണ് എൻ്റർ ചെയ്യാനുള്ളത്. ഇതിന് കുറച്ച് വില കൂടുതലുണ്ടാവുന്നുണ്ട്, 8000 ചില്ലറ രൂപയൊക്കെ ഉള്ളത് കൊണ്ട് ഒരു പീസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളുടെ പൊസിഷൻ സൈസിങ്ങിനെ കുറിച്ച് കൂടി ആലോചിച്ചിട്ട് വലിയ ക്യാപിറ്റൽ ഇല്ലാത്തവർ എൻ്റർ ചെയ്യുന്നത്. മറ്റൊരു റിസ്ക് ഈ സ്റ്റോക്കിനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റോക്കിൻ്റെ ABB അല്ലെങ്കിൽ സീമെൻസ് ഇങ്ങനെയുള്ള ഓട്ടോമേഷൻ, ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ അല്ലെങ്കിൽ പവറുമായിട്ടുള്ള ബന്ധപ്പെട്ട് നിൽക്കുന്ന കമ്പനികളൊക്കെ സത്യം പറഞ്ഞാൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പോളിസീസായിട്ട് വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു. PLI സ്കീംസ് ആകട്ടെ, പവറിനുള്ള ഗവൺമെൻറ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആകട്ടെ, പവറിലുള്ള പോളിസീസ് ആകട്ടെ, പവർ കമ്പനികളുടെ അതായത് പവർ ഡിസ്ട്രിബ്യൂഷൻ കമ്പനികളുടെ പ്രോഫിറ്റ് മാർജിൻസ്, ഇങ്ങനെയുള്ള വളരെയധികം കാര്യങ്ങളെ ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ രീതിയിൽ ഇതൊക്കെ നല്ലതാണ്. പക്ഷേ ഏതെങ്കിലും ഒരു തവണ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഗവൺമെൻറ് ഇന്നുള്ള പല ക്യാപിറ്റലിസ്റ്റിക് പോളിസീസ് എങ്ങാനും ഡൈല്യൂട്ട് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പ് സീമെൻസ് അതുപോലെ ABB ഒക്കെ ഒന്ന് ഉറങ്ങിക്കിടന്നതുപോലത്തെ ഒരു ഡോർമെൻ്റ് ആയിട്ടുള്ള ഒരു കാലങ്ങളിലേക്ക് ചിലപ്പോൾ എത്തിപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതിനുള്ള സാധ്യത വളരെ ചുരുക്കമാണെങ്കിൽ കൂടിയും നിങ്ങൾ നിക്ഷേപകൻ എന്ന രീതിയിൽ ഈ ഒരു സ്റ്റോക്കിൻ്റെ റിസ്ക്കും കൂടി നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട ആവശ്യമാണ്. അപ്പോൾ ഇതോടുകൂടി ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കാണാം.